ഓഷാന സ്പെഷ്യൽ ആയിട്ടുള്ള കൊഴിക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ നല്ല ഫൈൻ ആയിട്ടുള്ള ഈ നമ്മുടെ ഈ അപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പൊൻകതിരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പൊടി നമ്മൾ എടുക്കുമ്പോഴേ പൊടിയിൽ കുറച്ച് ഗീയും അതുപോലെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. കുഴച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല കുഴച്ച് നല്ല രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു ബോൾസ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് ഈ ഗീയിൽ നമ്മളിത് ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഗീ നമുക്ക് ആവശ്യമുണ്ട്, കയ്യിലൊന്ന് തൊട്ടി പിടിക്കാതിരിക്കാൻ. ഇത് ഷേപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു കുഴി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ച് തന്നെ 1-2 വിരൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇതൊരു കൊട്ട പരിവാണ് നമ്മൾ ആക്കുന്നത്. അതാണ് നമ്മൾ കൊഴിക്കട്ട എന്നൊക്കെ പറയുന്നത്. കൊട്ടയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കൊട്ട പരുവത്തിലാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ അപ്പോൾ ഇതൊക്കെ കണ്ടോ ഞാൻ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് ആണിത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിലോട്ട് ഇട്ട് ഫില്ല് ചെയ്ത് അത് എങ്ങനെയാണ് സീൽ ചെയ്തെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ നിങ്ങൾ പിശിക്കൊന്നും കാണിക്കേണ്ട, കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തേക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് പോലെ നിങ്ങളിതുപോലെ കൊഴിക്കട്ടകൾ ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ഇനി ഇടും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഡ്ലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് ആവിയിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കട്ടകളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫില്ലിംഗ് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. പിന്നെ ഫില്ലിംഗ് വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ കോഴിക്കട്ട വന്നിട്ട്